ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിൻ്റെ സിലബസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ്. ഓഗസ്റ്റ് മാസത്തിലാണ് എക്സാം. ഓഗസ്റ്റ് 23 എക്സാമാണിത്. കോമൺ എക്സാമാണ്. 4 എക്സാമുകളുടെ കോമൺ എക്സാമാണ്. ഒന്ന് വരുന്നത് നഴ്സറി സ്കൂൾ ടീച്ചർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ്, അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, തൃശ്ശൂർ ജില്ലയിലേക്കാണ്. അതുപോലെ പാലക്കാട് ജില്ലയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും എക്സാം ഒരേ ദിവസമാണ്, കോമൺ എക്സാമാണ്. മറ്റൊന്നാണ് എറണാകുളം ജില്ലയിലേക്ക്. അപ്പോൾ തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം എന്നീ ജില്ലകളിലേക്കാണ് ഈ ഒരു നഴ്സറി സ്കൂൾ ടീച്ചർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ 298/2023 അന്ന കാറ്റഗറിയിൽ വരുന്ന സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നഴ്സറി സ്കൂൾ ടീച്ചറും ഇതിനോടൊപ്പം തന്നെ നമ്മൾ എക്സാം നടത്തുന്നതാണ്. അപ്പോൾ ഈ കോമൺ എക്സാമിൻ്റെ സിലബസ് ചോദിച്ച് കുറച്ച് പേര് കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ സിലബസിലേക്ക് കടക്കാം. സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് നഴ്സറി സ്കൂൾ ടീച്ചർ ഇൻ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് നഴ്സറി സ്കൂൾ ടീച്ചർ ഇൻ SC ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. കാറ്റഗറി നമ്പർ 298/2023, 710/2023. ഇനി ആദ്യത്തെ യൂണിറ്റ് പറയുന്നത് ശിശു വിദ്യാഭ്യാസം, സാമൂഹിക ദാർശനിക അടിത്തറ. ഇതിന് മാർക്ക് വരുന്നത് 10 മാർക്കാണ്. മാർക്ക് 10. ശിശു വിദ്യാഭ്യാസം, സാമൂഹിക ദാർശനിക അടിത്തറ. ഇതിൽ വരുന്നത് ശിശു വിദ്യാഭ്യാസം, അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും, സാമൂഹിക ദാർശനിക സാംസ്കാരിക രാഷ്ട്രീയ ഘടകങ്ങൾ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ, വിദ്യാഭ്യാസ ദർശനങ്ങൾ, വിദ്യാഭ്യാസ ദാർശനികർ, പാശ്ചാത്യർ, ഇന്ത്യൻ, രണ്ടും വേണം, പാശ്ചാത്യരും ഇന്ത്യരുമായ വിദ്യാഭ്യാസ ദാർശനികർ. ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ICDS സൂപ്പർവൈസറിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട്, മലയാളത്തിലുള്ള ക്ലാസ്സുകൾ. പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ അവരുടെ സംഭാവന, പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അനിവാര്യമാകുന്ന സാമൂഹ്യ സാഹചര്യം, ഇന്ത്യയിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം, പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, തുല്യത, ഉൾപ്പെടുത്തൽ എന്നിവ പരിഗണിക്കുക. അടുത്ത യൂണിറ്റ് 2 പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, വിവിധ ഏജൻസികൾ. മാർക്ക് 10. പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിവിധ ഏജൻസികൾ: വിദ്യാഭ്യാസ വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രീ സ്കൂൾ ചുമതലകളും. ദേശീയ, അന്തർദേശീയ, സംസ്ഥാന തലങ്ങളിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികളും പഠിക്കണം. അടുത്ത യൂണിറ്റ് 3 കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും. അതിനും മാർക്ക് 10. ആരോഗ്യം, അർത്ഥവും വ്യാപ്തിയും, ശാരീരിക ആരോഗ്യം, മാനസിക ആരോഗ്യം, സാമൂഹികാരോഗ്യം. ശിശുക്കളുടെ മാനസികാരോഗ്യം. എന്താണ് മാനസികാരോഗ്യം? അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, മാനസികാരോഗ്യ പരിപാലനം, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, അവ പരിഹരിക്കാനുള്ള വഴികൾ. കുട്ടികൾക്ക് നൽകേണ്ട പ്രധാന രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ, അതിൻ്റെ പ്രാധാന്യം, ആരോഗ്യകരമായ പരിസരം, വീടും പരിസരവും, പ്രീ സ്കൂളും പരിസരവും, ആരോഗ്യവും കായിക പഠനവും, കായിക പ്രവർത്തനങ്ങൾ, കളികൾ, വിശ്രമം, ഉറക്കം എന്നിവയുടെ ആവശ്യകത, ശാസ്ത്രീയമായ കാരണങ്ങൾ. അടുത്തത് കുട്ടികളുടെ ആരോഗ്യനില, അതിൻ്റെ നിരീക്ഷണം, രേഖപ്പെടുത്തൽ. അമ്മയുടെ ആരോഗ്യം, കൗമാരപ്രായത്തിലെ കുട്ടികളുടെ ആരോഗ്യം, വിവാഹപ്രായം, ഗർഭധാരണപ്രായം, ബന്ധുവിവാഹം, ഗർഭകാല സംരക്ഷണം, പ്രസവ സമയ പരിചരണം, മുലയൂട്ടൽ, കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഇടവേള, ജനന സമയത്തെ കുഞ്ഞുങ്ങളുടെ ഭാരക്കുറവ്. അടുത്തത് ശിശു വികാസവും മനഃശാസ്ത്രവും. അതിൻ്റെ മാർക്ക് 12. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വ്യത്യസ്ത സമീപനങ്ങൾ, ചേഷ്ടാവാദം അഥവാ ബിഹേവിയറിസം, ജ്ഞാതൃ മനഃശാസ്ത്രം, കൊഗ്നിറ്റിവിസം, മാനവികതാവാദം, ഹ്യൂമനിസം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. അടുത്തത് മനഃശാസ്ത്ര പഠന രീതികൾ, നിരീക്ഷണം, അഭിമുഖം, പരീക്ഷണ രീതി, കേസ് സ്റ്റഡി, ക്രിയാഗവേഷണം. പ്രീ സ്കൂൾ കുട്ടിയുടെ പ്രകൃതം, ശിശുവികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ശിശുവികാസ മേഖലകളും മനഃശാസ്ത്ര അടിത്തറയും, വ്യക്തിത്വം, വ്യക്തിത്വ സങ്കല്പം, വ്യത്യസ്ത സമീപനങ്ങൾ, വ്യക്തിത്വം, വ്യക്തിവിധ വ്യത്യാസം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അടുത്തത് പഠനം, പഠനത്തെ സംബന്ധിച്ച വ്യത്യസ്ത സമീപനങ്ങൾ, അനുബന്ധനം, ഉൾക്കാഴ്ച സിദ്ധാന്തം, ജ്ഞാനനിർമ്മിതി സിദ്ധാന്തം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം, മാനവികത വ്യക്തിത്വ സിദ്ധാന്തം, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അടുത്ത ബുദ്ധി, ബുദ്ധിയെക്കുറിച്ചുള്ള ധാരണ,
ബുദ്ധിസങ്കല്പത്തിൽ വന്ന മാറ്റങ്ങൾ, IQ, ബഹുമുഖ ബുദ്ധി, വൈകാരിക ബുദ്ധി, സാംസ്കാരിക ബുദ്ധി. ശിശുവികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ജൈവശാസ്ത്രപരമായ ഘടകങ്ങൾ, പരിസ്ഥിതി ഘടകങ്ങൾ, കുട്ടികളുടെ വൈകാരികവും സാമൂഹികവുമായ വികാസം. അടുത്തത് പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങൾ, അതിൻ്റെയും മാർക്ക് 12. ദേശീയ വിദ്യാഭ്യാസ നയം 2020, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് ഫൗണ്ടേഷണൽ സ്റ്റേജ് 2022, നിപുൺ ഭാരത് മാർഗനിർദ്ദേശങ്ങൾ, വിദ്യാപ്രവേശ്. യുനെസ്കോ സുസ്ഥിര വികസനം 2030, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ മാർഗരേഖ 2014, കേരള സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂട് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 2023 SCERT. സമഗ്ര ശിക്ഷ കേരളയുടെ പ്രീ സ്കൂൾ രംഗത്തെ പ്രവർത്തനങ്ങൾ, ദേശീയ വനിതാ ശിശുവികസന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച പാഠ്യപദ്ധതി 2024. നവചേതന ആധാർശില. അടുത്തത് അധ്യായം അഥവാ യൂണിറ്റ് 6, ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും, മാർക്ക് 16. കുട്ടികൾക്കായി നൽകുന്ന പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ, കുട്ടികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും, പ്രീ സ്കൂൾ പഠന പ്രവർത്തനങ്ങളിൽ ഉദ്ഗ്രഥിത സമീപനത്തിൻ്റെ പ്രസക്തി, പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ആസൂത്രണം, പാഠ്യപദ്ധതി ഉദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും തമ്മിലുള്ള ബന്ധം, വൈവിധ്യമുള്ള പ്രവർത്തനങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകത, പ്രീ പ്രൈമറി പ്രവർത്തനങ്ങളുടെ വൈവിധ്യം, ആവശ്യകത, കളികൾ, കഥകൾ, പാട്ടുകൾ, അഭിനയം, ശാസ്ത്ര പരീക്ഷണങ്ങൾ, സ്വതന്ത്ര ഭാഷണം, നിർമ്മാണം, ശേഖരിക്കൽ, പ്രകൃതി നടത്തം, പാവകളി, നിറം കൊടുക്കൽ, ചിത്രം വര, നാടകാവിഷ്കരണം, ചമഞ്ഞുകളി, പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളും പ്രീ പ്രൈമറി പഠനവും, വിവരസാങ്കേതികവിദ്യയും പ്രീ പ്രൈമറി പഠനവും, പ്രീ സ്കൂളിൽ പ്രവർത്തന ഇടങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും, പ്രീ സ്കൂൾ കുട്ടികൾക്ക് ഇണങ്ങിയ ബാലസാഹിത്യത്തിൻ്റെ പ്രസക്തി, പ്രാധാന്യം, ഉപയോഗം എങ്ങനെ, പ്രീ സ്കൂൾ ടീച്ചറുടെ പ്രവർത്തന ആസൂത്രണം, ടീച്ചിങ് മാനുവൽ, വിവിധ തരത്തിലുള്ള ആസൂത്രണങ്ങൾ, വാർഷികം, പ്രതിമാസം, പ്രതിദിനം. അടുത്തത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസവും വിലയിരുത്തലും, മാർക്ക് 7. വിലയിരുത്തൽ എന്ത്, എന്തിന്, എങ്ങനെ, കുട്ടികളുടെ പ്രകൃതത്തിന് ഇണങ്ങിയ വിലയിരുത്തൽ രീതികൾ, നിരന്തര വിലയിരുത്തലിൻ്റെ പ്രാധാന്യം, പ്രയോജനങ്ങൾ, വിലയിരുത്തൽ രേഖപ്പെടുത്തൽ, വിലയിരുത്തൽ ഫലങ്ങൾ, രക്ഷിതാക്കളുമായി പങ്കുവയ്ക്കൽ, ടീച്ചറുടെ ദൈനംദിനാസൂത്രണവും വിലയിരുത്തലും. അടുത്ത അധ്യായം 8, ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സംഘാടനം, മാർക്ക് 7. അധ്യാപക യോഗ്യത, സേവനകാല പരിശീലനം, സേവന പൂർവ്വ പരിശീലനം, പ്രീ സ്കൂൾ NCERT മാർഗനിർദ്ദേശങ്ങൾ, ക്ലാസ് റൂം സുരക്ഷ, പ്രവർത്തനയിടങ്ങൾ, പ്രീ സ്കൂൾ സ്ഥാപനങ്ങളിലെ ഭൗതിക സൗകര്യങ്ങൾ, സുരക്ഷയും സുരക്ഷിതത്വവും, നിർവഹണം, മാനേജ്മെൻറ്റ്. അധ്യായം 9, പോഷണവും പോഷകാഹാരവും, മാർക്ക് 6. പോഷണത്തിൻ്റെ ആവശ്യകത, പോഷക ഘടകങ്ങൾ, പോഷണത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, സമീകൃതാഹാരം, പ്രാദേശികവും ചെലവ് കുറഞ്ഞതുമായ സമീകൃതാഹാരം, ആരോഗ്യകരമായ ഭക്ഷണക്രമം, കുട്ടികളിലെ പൊണ്ണത്തടി, പ്രമേഹം. അധ്യായം 10, പ്രീ സ്കൂളും സമൂഹവും, മാർക്ക് 10. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ പങ്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രീ സ്കൂളും, പ്രീ സ്കൂൾ PTA, രക്ഷിതാക്കളുടെ ശാക്തീകരണ പരിപാടികൾ, പ്രീ സ്കൂൾ ശക്തിപ്പെടുത്തുന്നതിൽ സമൂഹത്തിൻ്റെ പങ്ക്, ക്ലസ്റ്റർ അധിഷ്ഠിത പ്രീ സ്കൂൾ, സന്നദ്ധ സംഘടനകളും പ്രീ സ്കൂളും, പ്രീ സ്കൂൾ രംഗത്തെ വിവിധ ഏജൻസികളുടെ ഏകോപനത്തിൻ്റെ ആവശ്യകത. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. അങ്ങനെ 10 അധ്യായങ്ങളിലായിട്ട് 100 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് തുടങ്ങിയിട്ടില്ലാത്തവർ വേഗം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമ്മൾ കുട്ടികളുടെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞ് നമ്മുടെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. കുട്ടികളുടെ മനഃശാസ്ത്രത്തെ പറ്റിയുള്ള പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. നോട്ടുകളും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്, അതുപോലെ ക്ലാസ്സുകളും തയ്യാറാക്കിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.